വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ ഒരു കൂൾ ഗുഡ് ഈവനിങ് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ വെൽക്കം ഓൾ ഓഫ് യു. അങ്ങനെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ ആപ്പാണ് സൈലം ലേണിംഗ് ആപ്പ്. ഈ ന്യൂ ഇയർ കാലം ആയതുകൊണ്ട് തന്നെ സൈലം ഒരു ന്യൂ ഇയർ ഗിഫ്റ്റും കൂടി നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട്. 25,000 4 മാസത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോഴ്സ് നിങ്ങൾക്കായിട്ട് വെറും 5,000 രൂപയ്ക്കാണ് സൈലം ഓഫർ ചെയ്യുന്നത്. ശരിക്കും ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന 5,000 പേർക്കാണ് കേട്ടോ ഈ ഒരു ഓഫർ സൈലം നൽകുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ ഒരു ഓഫർ ത്രൂ ഇപ്പോൾ വിദഗ്ധരുടെ സേവനം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും 24/7 പ്രവർത്തിക്കുന്ന ഫാക്കൽറ്റീസ് ആണ്, അതും എക്സ്പെർട്ട് ഫാക്കൽറ്റീസ്. എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ ഈ 24/7 നമ്മുടെ ഫാക്കൽറ്റീസ് അടുത്തുണ്ടായിരിക്കും. അത് മാത്രമല്ല 10,000 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സൈലം നിങ്ങൾക്കായി ഓഫർ ചെയ്യുന്നത്. സോ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യുക സൈലം ലേണിംഗ് ആപ്പ്. ഓക്കെ, അപ്പൊ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിത്യ ചേച്ചി എങ്ങനെ പോകണം നമ്മുടെ സ്റ്റാർ മാജിക് ജേർണി? ടിവിയിൽ മാത്രം കണ്ട് ഇപ്പൊ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മുടെ ബിഗ് സ്ക്രീനിൽ നിന്ന് മിനി സ്ക്രീനിലേക്ക് വന്നിരിക്കുക. അതെ, സത്യം 12K വിസ്താരയില് സ്റ്റാർ മാജിക്കില് എന്ത് തോന്നുന്നു? നല്ല അടിപൊളിയായിട്ട് പോണുണ്ട്. ഗെയിം എന്തെങ്കിലും ഇരുന്ന് കളിക്കാനായിട്ട് തോന്നുന്നുണ്ടോ? അവരുടെ കൂടെ ഞാൻ ഏതെങ്കിലും ഒരു ടീമിന്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും നിത്യ ചേച്ചി ഒരു ടീമിൽ ജോയിൻ ചെയ്ത് ഗെയിം കളിക്കാം എന്നുള്ളൊരു വാക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ശരി, സ്ക്രീൻ ആയതുകൊണ്ട് ഭയങ്കര സ്പോർട്സിൽ ഭയങ്കര സംഭവമായിരുന്നു. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന അനുവിനെ കണ്ടാണ് നമ്മൾ സ്പോർട്സ് മുച്ചിട്ട് കളി ഭയങ്കരമായിട്ട്. വെറുതെ ഇല്ല, കുട്ടിക്ക് വെള്ളക്ക് കാണുമ്പോ ഇവിടെ പലപ്പോഴും അല്ല ഇതാരാ? ചെമ്മീൻ വേണോ? ചെമ്മീൻ ഇല്ല ഇവിടെ. ഇതില്ലേ പരിപാടിയില് ഷാർമ പരിപാടിയല്ലേ? എന്താണ് ഷാർമ പരിപാടിയല്ലേ? ഷാർമ സ്റ്റാർ മാജിക് ആ പരിപാടിയല്ലേ? ഞാൻ നിങ്ങളെ പരിപാടി എന്റെ ദൈവമേ, ഞാൻ ഇതിന് ഈ സ്റ്റൈലൊന്ന് വരാൻ വേണ്ടി ഇവിടെ നമ്മളടുത്ത വീട് മണിയുടെ ജംഗ്ഷനിലാണ് വീട്. ഏത് ജംഗ്ഷനില്? മണിയുടെ ജംഗ്ഷനിലാണ് വീട്. അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ ആഗ്രഹമുണ്ട്. ഞാൻ ഇവിടെ സെക്യൂരിറ്റി ഓഫീസിലാണ് അവിടെ വന്ന് നിൽക്കുമ്പോൾ അവര് മറ്റേ കൊറോണയുടെ ഇങ്ങനെ പോടാന്ന് പറയും. ഞാൻ എന്ന് ഈ പരിപാടി തുടങ്ങിയ അന്നുമില്ല ഞങ്ങളുടെ ഒരു ആരാധനയാണ്. പക്ഷെ ഇതിനകത്തോട്ട് വരാനുള്ളൊരു ഇതില്ല എനിക്ക്, നമുക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. അപ്പൊ ഞാൻ അറിയാം ഇവിടെ ഇതുണ്ടല്ലോ രാം മനോഹര വേട്ടമ്പള്ളിയെ കൊണ്ട് നടക്കുന്ന ഇങ്ങനെ നടക്കണം ഒരുത്ത. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കൂടെ ഇതിനകത്തൊരു പരിപാടിക്ക് എന്നെ കൂടെ കേട്ടണം എന്ന് പറഞ്ഞ. എന്റെ ഇവന് 250 രൂപ വാങ്ങിച്ചു ഒരു പൈന്റിന്. അഖിൽ കനവായൂർ. അവൻ എന്റെ 250 രൂപ മേടിച്ച് എന്നെ മേക്കപ്പ് റൂമിൽ കൊണ്ടുപോയി അവൻ ഇരുത്തിട്ട് അവൻ പോയി. ഇത് 250 ഇന്നല്ല വാങ്ങിക്കുന്നത്. ഞാൻ ഈ അവസരത്തിന് വേണ്ടി തെങ്ങ് കയറുന്ന പൈസ എല്ലാം അവനെ മേടിച്ചോണ്ട് പോകുന്നത്. ഞാനും പരാതി പറഞ്ഞില്ല. പക്ഷെ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ നേരെ മേക്കപ്പിൽ ചെന്ന് പറഞ്ഞ് അവസരം ഇതാണെന്ന് പറഞ്ഞ്. അപ്പൊ പലരും എന്നെ തടുത്തു നിർത്തി. എനിക്ക് വിഷയമല്ല. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ജോലി എന്താ? KTDC-ലാ ജോലി. KTDC എന്ന് പറയുമ്പോൾ കേരള തേങ്ങോട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. നമ്മൾ തേങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അതിന് ചെറിയൊരു കുറച്ചിൽ പറഞ്ഞല്ലോ. അപ്പൊ KTDC എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കറോഫിൽ നമുക്ക് പോവാം. നമുക്ക് തരാൻ വേറെ ഒന്നുമില്ല, നമുക്ക് ഇതേ ഉള്ളൂ. നമ്മൾ സാധാരണപ്പെട്ടവനാണ്. ഇവരൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ജ്യൂസോ ചിക്കൻ ബിരിയാണി തരുമായിരിക്കും. പക്ഷെ ഈ കേരളൻ, എന്റെ പേര് കേരളൻ എന്നാണ്, ഈ കേരളന് തരാൻ കരിക്ക് മാത്രമേ ഉള്ളൂ. അത് ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ട് തന്ന ഈ കരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെട്ടിത്തരും. ഹലോ, ആദ്യം ഇത് കഴിഞ്ഞിട്ട്
ജസ്റ്റ് വെളിയിൽ വന്ന് ഞാൻ സൗകര്യമായിട്ട് അപ്പോഴും ഞാൻ വെട്ടിത്തരാം. ഇപ്പൊ എനിക്ക് ബാലൻസ് നിൽക്കുന്നില്ല, അതാണ്. ചില സമയത്ത് ഈ കരിക്കെന്നെ ചതിക്കും. ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എന്താ? നിങ്ങൾ ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ വഴിയാണ് പോകുന്നത്? എന്തേ? ഈ ഞാൻ ആ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ഇവരെ ആരും കാണുന്നില്ലല്ലോ. അല്ല നമ്മള് ഗേറ്റ് വഴി തന്നെയാണല്ലോ വണ്ടിയിൽ പോണേ. ശ്ശെ, അല്ലെന്നേ, ഞാൻ എപ്പോഴും ഇവരെ കാണാൻ വേണ്ടി അവിടെ വെക്കും, പക്ഷെ ഇവരെ കാണാനില്ലെന്ന്. അല്ല എനിക്ക് തോന്നുന്നതേ ഞങ്ങള് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ടാ പോവാ. അത് പറ ഡൽഹി. നിങ്ങൾ ഇത്രയും റേറ്റിംഗ് ഉള്ള ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഞാൻ മേടിച്ചോണ്ട് വേടാ തിന്നടാ. Touchings ആയിരിക്കും കേട്ടോ. തിന്നടി. അല്ല അവർക്ക് ടച്ചിങ്സ് ഉണ്ടെങ്കിൽ സ്മോള് വേണം, അല്ലാതെ തിന്നില്ല അവൾ. ഇത് അണ്ണന് തരാൻ ചോക്ലേറ്റ്. ഇതെന്താ വീടി മുട്ടയാണ്? നമ്മളിവിടെ ഒരു മേക്കപ്പ് മാൻ എന്നും എന്റെ വീട്ടിന്റെ അടുത്ത വൈദ്യശാലയിൽ നിൽക്കുന്നതാണല്ലേ. എന്നും എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു വൈദ്യശാല ഉണ്ട്, എന്നും അവിടെ വരുന്നതാണ്. ഏത് മേക്കപ്പ് മാൻ? അവന്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ ഒരു ദിവസം പരിചയപ്പെട്ട രാജേഷ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് ഈ ആര്യനാട് എന്നങ്ങോട്ട് ഒരു പെണ്ണിന്റെ പേരെനിക്കറിയില്ല. അപ്പൊ ഈ ആര്യനാട് വരുന്ന പെണ്ണിനെ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ വരച്ച് അവന്റെ കൈയിന്റെ തേയ്മാനം പോയി നഷ്ടപ്പെട്ടു. അവൻ ഡെയിലി രാവിലെ എന്നും ഈ വൈദ്യശാലയിൽ വരും. 10-45 വയസ്സുണ്ട്. 45 അല്ല, എന്നാൽ എൻ്റെ ഒരു കണക്ക് 10-55 വയസ്സുണ്ട്. എന്നാൽ ഈ ചെറുമക്കളെ പ്രായമുള്ളവരെ നിനക്ക് അടികൊള്ള നാണമില്ല സുഹൃത്തെ. ഇതൊക്കെ കാണുന്ന സമയത്ത് ഞങ്ങളെപ്പോലുള്ള ആണുങ്ങൾക്ക് പുറം പൊളിയേ. അതൊന്നും നിങ്ങളെന്ത് മനസ്സിലാക്കാത്തത്? ഇങ്ങനെ നിങ്ങൾക്ക് നാണമില്ല അടികൊള്ളാൻ? പഞ്ചായത്തിലെ മാതൃകാ പുരുഷ, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. അളിയാ, അളിയന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഡാൻസ് പഠിക്കണം. സത്യം. ഒരു തെങ്ങക്കാരന്റെ ത്ലായ്പ് കൂടെ തന്നെങ്കിൽ ഞാൻ ഇതിലങ്ങ് കയറിയത്. പക്ഷേ വെറുതെ കയറാന്നുള്ളു, കയറിയിട്ടും വെറുതെ കയറാന്നുള്ളു. പക്ഷെ വേറിയിട്ടും മണ്ടയിലൊന്നും ഇല്ലല്ലോ. എന്നാലും ഈ കാണുന്ന ഗ്ലാമറേ ഉള്ളൂ, ആർക്കൂടെ മണ്ടേ ചാടി കയറാം. പാവണല്ലേ കാലൊന്നും ഉറക്കട്ടോ. മഞ്ഞപ്പിത്തം വന്നോല്ലേ ഇരിക്കുന്നു. അപ്പോഴേ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏതായിരുന്നാലും ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഒരു കസേര വന്നു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം നമ്മളിവിടുത്തെ ഗസ്റ്റുകളാണ്. സാധാരണപ്പെട്ടവർക്ക് അഭിപ്രായം പറയണം, പക്ഷെ അവർക്ക് ഇരുന്ന് പറയാനുള്ള ഒരു അവസരം നിങ്ങൾ കൊണ്ടായി കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത് പറയൂ. നിന്റെ മധു കേളട ഓ രാഘവ മധു കേളട ഓ രാഘവ. നിങ്ങളെ മകത്തായ ഒരു ഫോറിൽ വന്ന് ഞാൻ തെറ്റ് കാണിക്കുന്നതിന് എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ അല്ല ചേട്ടാ, നമുക്ക് എബ്രോഡൊക്കെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരോട് ഇംഗ്ലീഷിൽ 2 വാക്ക് സംസാരിക്കുകയാണെങ്കിൽ അവർക്കും കൂടെ ഇത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. സംസാരിക്കണം, ഞാൻ സംസാരിക്കാം. ഇപ്പൊ ഈ പെങ്കൊച്ചു വന്നു പറഞ്ഞാൽ അവിടെ നിന്ന് ആടി ഇങ്ങനെ ഇവിടെ ഇറങ്ങി വന്നിട്ട് എന്തൊക്കെയാ പറയുന്നു, കുറെ ഇംഗ്ലീഷ് നമ്മള് വരെ പഠിച്ചാണ്. അവിടെ നിന്ന് ഇറങ്ങി വന്ന് വലിയ ഇംഗ്ലീഷ് പറയണമെന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. അതങ്ങനെ വെറുതെ പറയാനൊന്നും പറ്റില്ല. നല്ല ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഞാൻ ഫേസ് ചെയ്തിട്ട് തന്നെയാ പറയണേ. ചേട്ടൻ പറ്റുമെങ്കിൽ ചേട്ടൻ പറ. അല്ല സുഹൃത്തെ, അത്രയും വലിയ തെങ്ങിന്ന് എനിക്ക് ഇറങ്ങി വരാമെങ്കിൽ അവിടെ നിന്ന് എനിക്ക് ഇറങ്ങി വരാനറിയാം. ഇറങ്ങി വന്ന പക്ഷെ നമ്മൾ ഇറങ്ങി വരുമ്പോ ഇങ്ങനെയൊന്നും ഇറങ്ങി വരില്ല. അങ്ങനെ ഒരു തെങ്ങിന്നും ഇറങ്ങി വരാൻ പറ്റില്ല, ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റും. ആ രീതിയിൽ സംസാരിക്കും. അല്ല, ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ ഈ പരിപാടി സ്ഥിരം കാണുന്നതാണ്. ഞാൻ ഹാങ്കർ ചെയ്യും. ഞാൻ ഹാങ്കർ ചെയ്യും. ഹാങ്കർ ചെയ്യും ഞാൻ. അന്നാ ഒന്ന് കാണാം. ഇതൊന്നും വലിയ നിസ്സാരമല്ല. നിങ്ങളെല്ലാം വിചാരിക്കുന്നു ഭയങ്കര സംഭവം. അതൊന്നുമല്ല. ഡ്രസ്സിന്റെ പച്ച കുറച്ച് കളർ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് ഇങ്ങനെ വരുന്നില്ലല്ല. ഞാൻ കാണിച്ചു അതാ പോണ. അല്ല, തെങ്ങി കയറുന്നതിനേക്കാൾ ഈസി അല്ലേ ഇത്? ചേട്ടാ പിടിക്കണോ? വേണ്ട, എന്നാരും പിടിച്ചല്ലോ കേട്ടാറ്. ചേട്ടാ ഇൻസൾട്ട് ചെയ്തത് ഇതിനെക്കാളും വലിയ കയറി പോണ ഇൻസൾട്ട് ചെയ്തത്. ശരി ഏട്ടാ, ശരി. സോറി ഏട്ടാ, സോറി. മതി കൈ പൊക്കി ഇങ്ങ് പോരട്ടെ. ഇവിടെ മൂത്ര വയ്ക്കാൻ സ്ഥലം ഉണ്ടോ? അത് വിസ്താര വയറൊക്കെ ഉണ്ട്.
എന്താണ് പറയണത്? ഓക്കെ. ഇതുവരെ നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ പല വെറൈറ്റി കണ്ടാണ്, പക്ഷെ ഒരു സാധാരണ പ്രേക്ഷകന്റെ മുമ്പിൽ ഇങ്ങനെയും ചെയ്യാം. അത് ഞാൻ തെളിയിച്ച ഒരു വ്യക്തിയാണ് ഈ കേരളൻ. ആ. ചവറ മാട്രിമോണി, ബർജർ പെയിന്റ്, ഗുഡ് നൈറ്റ്. മാട്രിമോണി. അപ്പൊ ബർജർ പെയിന്റ്സും ബാക്കി എല്ലാവരും എന്ത് പറയും? ഈസ്റ്റേൺ മുളകുപൊടി, സൈലും, MBBS, KCB ചിട്ടി, അഡ്വക്കേറ്റ്, കേരളൻ. ഞാൻ ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി. അതല്ലെങ്കിൽ ഞാൻ ഭംഗി ഞാൻ ചെയ്തേനെ. പക്ഷെ എന്റെ മേഡം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല. അവരെ പോലൊരു സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത് എനിക്ക് പറയാൻ സാധിച്ചാലും ഞാൻ സന്തോഷമില്ല. ഞാൻ സന്തോഷമുണ്ട്. നിങ്ങളുടെ സിനിമയുണ്ടല്ലോ, അവരോട് രസം കണ്ട്. ചേച്ചിയുടെ ചെമ്മീൻ സിനിമയില് ചേച്ചി കടപ്പുറത്തോട് പറഞ്ഞത് സൂപ്പറാണ് ഞാൻ കാണുന്നത്. എനിക്ക് എൻ്റെ അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ചേച്ചി ഇവിടെ നിന്ന് പോവല്ലേ ചേച്ചി, ചേച്ചിക്ക് ഞാൻ കരിക്ക് വെട്ടിത്തരാം. ഒന്നുകൂടെ വെട്ടി വെക്കാം. സംഭവം എന്താ അറിയാം? 30 വർഷത്തെ എൻ്റെ പരിചയത്തിൽ ഇപ്പോഴാണ് ഒരു വെട്ട് നേരെ കൊള്ളുന്നത്. അത് എൻ്റെ ചേച്ചി മുമ്പേ ഇരിക്കുന്നതാണ്. അല്ലെങ്കിൽ പാളിപ്പോവാ വേണ്ട. ഞാൻ നിങ്ങളെ പരിപാടിയിൽ ഞാൻ ശല്യം ചെയ്തില്ല. ഈ ബീഡി ചേട്ടാ പറഞ്ഞേ, ഈ മൂരം കുടിക്കും. മൂരം ഒരു തന്നെ അങ്ങനെ അതിനല്ല ഇത് ഈ മോര് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കെട്ടിറങ്ങും. അപ്പൊ അതിന് വേണ്ടിട്ടാ കുറച്ച് സംസാരിക്കാൻ പറ്റും ചേട്ടാ. ചേട്ടന്റെ മനസ്സിലെല്ലാം സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് കഴിച്ച ഗ്ലാസ് ഞാൻ ചേട്ടാ ഒറ്റ വലിയ വലിയ. ഓ ഗുഡ്. കേരളം ചേട്ടാ, കേരളം ചേട്ടാ. ഞാൻ പറഞ്ഞു. അല്ല, പുള്ളിക്ക് കുറ്റബോധം അതാ ഇനി ഇവിടെ കിടക്കും, ബാങ്കട കിടക്കും. ഫ്ലോറില്. ചേട്ടാ എന്തായി? ഞങ്ങളെ മനസ്സിലായി. ഹലോ, അറിയോ? നമ്മളൊക്കെ അറിയോ? മനസ്സിലായില്ലേ? അല്ല ഇത് പെണ്ണാ വന്നിരിക്കണ. ഹലോ, ഒളിച്ചിരിക്കുന്നു. അയ്യയ്യേ, വാ, വാ, വാ. ഇവിടെയാണ് എന്താണ് എവിടെ? കാര്യം? പറ, പറ. കേരളം ചേട്ടാ, ഞാൻ എന്തൊക്കെ പറഞ്ഞ ആരെങ്കിലും ശരിക്കും പേര് കേരളം എന്നാണോ? എവിടെ വീട് എവിടെയാ? ഇവിടെ എന്റെ എങ്ങനെയുള്ള ഒന്നും അറിഞ്ഞ അതെ അതെ അതെ. അതോ ചെമ്മീൻ സിനിമയിൽ അഭിനയിച്ചു? ഞാൻ വേറെ പറഞ്ഞു. ഏയ്, ഒന്നും ഒന്നും പറഞ്ഞില്ല. ഈ പരിപാടി എന്താണെന്നറിയോ? കാണാറുണ്ടോ സ്റ്റാർ മാജിക്? സ്റ്റാർ മാജിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് പെട്ടെന്ന് ആ ഒരു ഇഷ്ടം കൊണ്ട് വന്ന് കയറി തന്നെ, അല്ലെങ്കിൽ അറിയാവുന്ന കയറിയതാ. അറിയാവുന്ന കയറിയത്. ഏ, ഒന്നും പറഞ്ഞില്ല. എല്ലാവർക്കും തന്നെ ഇവിടെ സമ്മാനമൊക്കെ തന്നു. എല്ലാവർക്കും കഴിക്കാൻ അവിടെ എല്ലാം തന്നിട്ടാ പോയത്. നിറഞ്ഞയുടെ ഞാൻ തന്നതാ. ചേട്ടാ വന്നേ. നിങ്ങൾ വീട്ടിൽ വന്ന് എല്ലാവർക്കും തന്നു. പിള്ളേർക്ക് ഇത് ഞാൻ തന്നതാ. ഓ, ഇപ്പൊ ഞാൻ വന്നിട്ട് കുറെ നേരമായ. ഇപ്പൊ 2 സെക്കൻഡ് പോലും ആയില്ലല്ലോ. പോലെ ചേട്ടാ പോലെ പോലെ ചേട്ടാ ചേട്ടാ കേരളം ചേട്ടാ, ചെറിയ കുട്ടികൾക്ക് ഡോറ മുതല് വലിയവരുടെ റിയൽ ലൈഫ് വരെ ഇപ്പൊ തങ്കു കാണിച്ചു. ഓക്കെ, എനിക്ക് തോന്നുന്നു നിത്യചേച്ചി വന്നതിന് ശേഷം ഇത് 2ാമത്തെ ക്യാരക്ടറാണ് പുള്ളി കാണിക്കണേ. എന്ത് തോന്നി? അല്ല, നമ്മൾ കുറെ കള്ളുകൂടിയന്മാരെ കണ്ടിട്ടില്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കള്ളുകൂടിയാണ്. ഒരു വലിയ കൈഡി നമ്മുടെ തങ്കുവിന്. ആടി വന്നാ മതി, ആടി വന്നാ മതി, ആടി വന്നാ മതി. ആ, ആദ്യമായിട്ട് നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ, ഇപ്പം ദാസേട്ടൻ ഫ്രണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു പാട്ട് പാടുന്ന സമയത്ത് എന്തായിരുന്നാലും ഒരു പേടി ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ എനിക്ക് ഇദ്ദേഹത്തിന്റെ മുമ്പ്, എന്റെ നെൽസൺ ചേട്ടന്റെ മുമ്പ് ഇത് ചെയ്യുന്ന സമയത്ത് ഒരു പേടിയുണ്ടെങ്കിലും ഞാനിങ്ങനെ സംഭവിച്ചത്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു കള്ളുടിയൻ ക്യാരക്ടർ അത് ഏതൊരു ഷോയിലും അത് നെൽസൺ ചേട്ടന്റെ ഒരു കുത്തകയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം അങ്ങനെ പറഞ്ഞേട്ടോ. ഞാൻ കണ്ട ഏറ്റവും നല്ല കള്ളുകൂടിയൻ താങ്കളാണ്. അതങ്ങനെ ഇരുന്നോട്ടെ, അങ്ങനെ ഇരുന്നോട്ടെ കേട്ടാ. ഒരു രക്ഷയില്ല. ഒരു സ്ക്രിപ്റ്റ് പോലും ഇല്ലാതെ അയ്യോ, വന്നിട്ട്
ഇത്രയും നേരം ഒരാളെ ചിരിപ്പിക്കുക, നമ്മുടെ ഇത്രയും ഓഡിയൻസിനെ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും. പ്രമോയിലിടാനല്ല, നമ്മളിവിടെ സന്തോഷിക്കുമ്പോൾ ഒരാളെ തെങ്ങ് ചെയ്യണാരി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. കഷ്ടം. ഒരു കസാര കൊടുക്കണമെങ്കിൽ ഗ്യാസ് ഓടി വന്നപ്പോഴും ഞാൻ വിചാരിച്ച് അടിച്ച് പൊളിക്ക് വന്ന് ഓടി എന്താ പ്രശ്നം എന്നിട്ട് വായി നിറച്ച ആക്ഷേപം കേട്ടു. അപ്പൊ ഇതില് നമ്മുടെ തങ്കുചേട്ടന് വേണ്ടിട്ട് ഒരു വലിയ കൈഡി Yes, yes, yes. താങ്ക് യു തങ്കു, താങ്ക് യു സോ മച്ച്. ഒന്നൊക്കെ നിനക്ക് ഇതാണ് നിനക്ക് പറ്റാത്തത്. കുടിയനെ കൊള്ളാം. ഞങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ചപ്പോ പൊന്തുവാണോ ചീരെ കൂടെ നനയും. അപ്പൊ ആ ചീരിയെ വെട്ടിക്കളയും. തങ്കു ബൈ, ലവ് യു. ഇതിലാണ് നമ്മൾ വീണ് പോണത് കേട്ടോ. ആ ചെറുക്കനങ്ങ് പോയേനെ ലവ് യു എന്ന് പറഞ്ഞ അവൻ തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ ടാലന്റിന്റെ മുന്നിൽ ഭയങ്കര ലവ് യു പറയാൻ തോന്നിപ്പോയി. അതാണ് ഒരിക്കൽ കൂടെ നമ്മുടെ തങ്കു റോക്സ്. അങ്ങനെ വനിതകൾക്ക് കേരളക്കരയാകെ ബിസിനസ് അവസരങ്ങളുമായി 90+ മൈ ട്യൂഷൻ ആപ്പ്. 90+ വിമൻ ഓൺട്രപ്രണർ. അതായത് നിങ്ങൾക്കുള്ളിലെ ബിസിനസ് സംരംഭകർക്ക്, എസ്പെഷ്യലി വനിതാ ബിസിനസ് സംരംഭകർക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റിനുള്ള എമൗണ്ട് ഇല്ല, മുതൽ മുടക്കാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇനി വളരെ എളുപ്പത്തിൽ ചെറിയ മുതൽ മുടക്കിൽ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാം. അതായത് 65,000 റുപ്പീസ് മുതൽ മുടക്കിൽ യാതൊരു ഡെപ്പോസിറ്റും ഇല്ലാണ്ട് 90+ന്റെ മിനി ഡീലർ ഹബ്ബുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതായത് സ്വന്തം നാട്ടില് വളരെ അഭിമാനത്തോടു കൂടി സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കാം. ഏറ്റവും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന എഡ്യൂടെക്കിന്റെ ബിസിനസിന്റെ ഭാഗമാവാനായിട്ട് www.mytutionapp.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യാം. അത് മാത്രമല്ല ഈ ഒരു സംരംഭത്തിന്റെ ഭാഗമാവാം. അപ്പോ ഇന്ന് നമ്മളൊരു കുട്ടി ഗെയിമിലേക്ക് പോകാൻ പോവാണ്. ഇവിടെ സെലിബ്രിറ്റീസ് ആയിട്ട് ആര് വന്നാലും ഇത് ഞങ്ങളുടെ ഒരു മാസ്റ്റർ പീസ്, ഞങ്ങളുടെ ഒരു ശീലമായി പോയി. ഓക്കെ, സോ ദംഷറാട്സിലേക്കാണ് നമ്മൾ ഇനി പോവാൻ പോണേ. Moving on to the game and that is ശരി, അപ്പൊ ഇത്രേ ഉള്ളൂ. തങ്കുനെ തന്നെ വിളിക്കാം ഫസ്റ്റ്. ഓക്കെ, അപ്പം തങ്കുവിന് ഒരു പോസ്റ്റർ ഇതിൽ നിന്ന് എടുക്കാം. ആൻഡ് നിത്യച്ചേച്ചി ഏറ്റവും ആദ്യം അതൊന്ന് ഐഡന്റിഫൈ ചെയ്യട്ടെ. നോക്കരുത് കേട്ടോ. അയ്യോ എനിക്കറിയില്ല. അതാണ് തങ്കു ഇങ്ങനെ ചോദിക്കും, പെണ്ണാണോ ആണാണോ, സിനിമാ നടിയാണോ അതോ അക്കാഡമിക്കാരിയാണോ? പെണ്ണ് സിനിമ നടി, തമിഴ്, ഇപ്പോഴും നിലവിലുള്ള വലിയ ഫേമസ് ആണ്, ഇപ്പോഴും ഫേമസ് ആണ്, നമ്പർ 1. ഇനി അങ്ങോട്ടേക്ക് ആവശ്യം കലാതിലകം. ഞാൻ പറഞ്ഞുതരാം, ഒറ്റ ഒന്ന് മതി. ഇനി പറഞ്ഞില്ലെങ്കിൽ ഇടിക്കും. നല്ല ക്ലൂ. കണ്ണെഴുതി പൊട്ടും തൊട്ട്, കണ്ണെഴുതി പൊട്ടും തൊട്ട് തിലകൻ. നിത്യദാസ്. ഇപ്പൊ ആള് പറഞ്ഞാല് എന്നെയാണോ അടിക്കുക? പേടിയുണ്ട്. ഈ റൗണ്ടിൽ അടിയൊന്നുമില്ല. പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളെ അടിക്കും. ഒരു ക്ലൂ കൊടുത്താ. ഇനി ഒരു ക്ലൂ ഇല്ല, ഒന്ന് പോയാ അവിടെ. മഞ്ജു വാര്യർ. നേരത്തെ മനസ്സിലായില്ലേ? ആണോ? ഒരുപാട് അവൻ അതിനുള്ള വെളിവൊന്നുമില്ല, മനസ്സിലായിട്ടില്ല. അത് ഞാൻ പറയാൻ കാര്യം എന്നറിയാം, എനിക്ക് മുമ്പേ അറിയാമായിരുന്നു. പക്ഷെ കുറച്ചുകൂടി നമുക്ക് ഗസ്റ്റിനായിട്ട് നമ്മൾ വെള്ളം കുടിപ്പിക്കാന്ന് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ്. ശരി, അങ്ങനെയാണെങ്കിലേ ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. വരൂ, ഇനി നമുക്ക് തിരിച്ച് തങ്കുവിനൊരു പണി കൊടുക്കാം. ഓക്കെ, അയ്യോ ഇനി ഈ ഗ്രൗണ്ടിനകത്ത് സിനിമ നടനാണ്, ആണ്. നമ്പർ 1 ആണ്. ആണോ? നമ്പർ 1 ആണ്. പൃഥ്വിരാജ് ആണോ? എന്റെ അമ്മ. അല്ല അതപ്പോ ഇവിടെ നോക്കിയാല് ആളുടെ മുഖം കണ്ട ആൾക്ക് മനസ്സിലാവില്ലേ? ഇവിടെ നോക്കിയ ആളുടെ മുഖം എനിക്ക് ഒരെണ്ണം കൂടെ. ഓക്കെ,
ഇതാ. ഇത് വളരെ എളുപ്പം. ഓക്കെ ഞാൻ പറയട്ടെ ആരാന്ന്. ദിലീപേട്ടൻ. അല്ല. ഇങ്ങനെ പറയാൻ പറ്റില്ല, ഇങ്ങനെ പറയാൻ പറ്റില്ല. കണ്ടു. ആരാ? അനുവിന്റെ ചേച്ചിയായിട്ട് വരുന്നു. മനസ്സിലായി. ആരാ? നടൻ. Yes. രാജുവിന്റെ ഒക്കെ ആ ഒരു ആ സമയത്തൊക്കെ ഉള്ള ഒരാൾ അങ്ങനെ പറയുമ്പം അല്ലേ. അനിയത്തി പ്രാവിലൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് അതെ, ഇത് അംശരട്സ് അല്ല, ഇത് പശുമേധായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയാവില്ല. ആ പേരങ്ങ് മാറ്റിയാ പോരാ. പ്രശ്നം തീർന്നില്ല. ഇനി ക്ലൂ ഇല്ല, അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ല ഞാൻ നിന്ന് പുഴുക്കണ അതല്ലേ? ഇത് മനസ്സിലാവുന്നില്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ എന്റെ പൊന്ന് സിനിമയുടെ നല്ല ഹൈറ്റ്. മുട്ടിക്കൊണ്ടിരിക്കും, തുടച്ചോണ്ടിരിക്കും. അതെ, പുള്ളി അതാണ് ജോലി ഇപ്പൊ. വൈറ്റ് ആണ് കളറ്. ആ, മമ്മൂട്ടി. ആയിട്ട് വൈറ്റ് കളറില്. ഇംഗ്ലീഷുകാരനാണോ? ഫോറിനറിന്റെ അപ്പുറമുള്ളാണോ? മലയാളിയാണ്. മലയാളി അല്ല. ആ എന്നാലും പിന്നെ നല്ല ഹൈറ്റ്. അമിതാഭ് ബച്ചൻ. ബിൻചേട്ടൻ വരും. തറ തുടക്കുകയാണോ? അയ്യോ ഞാനോ? വരൂ. കേട്ടാ, ഇതാണ് പറഞ്ഞത്, ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുത്തിയില്ലെങ്കിൽ അവിടെ മകൻ കയറിയിരിക്കും. അമ്മേ മാർത്താണ്ഡവർമ്മേ. എല്ലാരും കാണിച്ചോളൂ. ഈസി പറയും. പെണ്ണാണ്. ഓക്കെ. നേരെ അവന്റെ ഫ്രണ്ടിൽ തന്നെ വീഴും. മിണ്ടു. മിണ്ടും. എനിക്കൊന്നും പറയാൻ പാടില്ലോ. മിണ്ടരുത്. അത് ചോദിക്കുക, ഞാൻ പറയാം. ഒരു ഒരു മിനിറ്റ് വീണ്ടും അശ്വമേധം. എന്തെങ്കിലും ആക്ഷൻ കാണിച്ചോളൂ. മിണ്ടണ്ട, അവിടെ ചോദിക്കണ്ട. നാഗവല്ലി. ശോഭന ചേച്ചി. വല്ല കാര്യം ഉണ്ടായിരുന്നു, അതങ്ങനെ കളിച്ചു പോവുകയായിരുന്നു. അടുത്തത് ബിൻചേട്ടൻ എടുക്കും. അയ്യോ എന്റെ അമ്മേ. ഈസി ജോർജ് ആണോ? അതാണ്. ഞാനല്ലേ ചോദിക്കണ്ടേ? ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആള് മലയാള സിനിമാ നടൻ അല്ല. പ്രഭാസ് ആണോ? എന്റെ ദൈവമേ, ഇതെന്തരടാ ഇത്? സംശരാട്സ് ഒക്കെ പൊളിഞ്ഞ്. അങ്ങനെ മനസ്സിലായിട പറയുന്നതിന്റെ ആകാംക്ഷയല്ലേ? മലയാളം അല്ല ഹിന്ദി അല്ല, വേറെ തല എന്ന് പറയുമ്പോ നമുക്ക് എല്ലാത്തിനും ഒരേ എക്സ്പ്രഷൻ ആണ് കേട്ടോ. മെയിൽ. മലയാളി ആക്ട്രസ് ആണ്. അല്ല സോറി, ആക്ട്രസ് അല്ല, ആക്ടർ ആണ്. സോറി. ഞാൻ മേടിച്ചു പോയി. പറക്കുന്ന ലിഗയിലുണ്ടായിരുന്നോ? അല്ല. ഉണ്ടോ? പെട്ടണോ? അശോകൻ ചേട്ടൻ. ഓക്കെ, അടുത്തത് അങ്ങോട്ട് വരികയാണ്. ഭഗവാന്. അയ്യോ, ഭയങ്കര ഡിഫിക്കൽട്ട് ആയി പോയല്ലേ ഇത്. പറയില്ല. പറയാൻ പറ്റാത്ത. ഞാൻ പറഞ്ഞാൽ ചാട്ടവാരടി കേട്ടോ. ഞാൻ പിടിച്ചു നിർത്തി തരാം. മെയിലാണ്, ആക്ടറാണ്, മലയാളം ആക്ടറാണ്. ഇവിടെ ഇരിപ്പുണ്ടോ? നീ അഭിനയിച്ച് കാണിക്കൂ. വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ? സിനിമയിലൊക്കെ ഉണ്ട്. സിനിമയിലുണ്ട്. ഇനി അഭിനയിച്ചോളൂ. ഈ പെണ്ണായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഏതോ സിനിമയില്. എന്റെ ദൈവമേ, ദിലീപണ്ണല്ലോ? ആണോ? മോളെ ചാട്ട പോരട്ടെ. സോ ദിലീപേട്ടൻ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഗസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ വെറുതെ ആവശ്യമുണ്ട് അനു. ഇനി നിനക്ക് മനസ്സിലായില്ലേ എന്റെ കൂടെ വന്നിട്ടല്ല നീ തല്ല് മൊത്തം കൊള്ളുന്നതെന്ന്? ഇനിയെങ്കിലും നീ മനസ്സിലാക്കുവാ. ആക്ച്വലി നിങ്ങളുടെ ടീം ജയിച്ചാലും അവനവൻ തന്നെ കറങ്ങി അടിച്ച് വീഴും. ഇപ്പഴേ വെറുതെ ആവശ്യമില്ലാണ്ട് വഴി കൂടെ പോണേ. എനിക്ക് ഒരു അടി തന്നിട്ട് പോന്ന് പ്ലീസ്. പെട്ടെന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയില്ല എന്ന് പറഞ്ഞേ. ശരി, ഓക്കെ. അല്ല എന്നാലും ആഗ്രഹിച്ചല്ലേ കൊടുത്തേരെ. അല്ലല്ല, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഓക്കെ, എന്നാ ഞാൻ പതുക്കെ അടിക്കാം. അരേ സോണിയ, അടിച്ച് തകർത്തേക്ക്. റെഡി, 1 2 3 ഗോ.
വേദനിച്ചാ വേദന ഇപ്പോഴും ഒരു എന്നാ നേരെ ഡൗട്ട്. ലിസിയിലേക്ക് അങ്ങ് വിട്ടാലോ? Okay. അപ്പോഴാണ് എനിക്ക് ആ വേദന മനസ്സിലായത്. അടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അസീസിനെക്കാളും കഷ്ടമായിട്ടാണല്ലോ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമ്മള് ഫാമിലി വിശേഷങ്ങൾ കുറച്ച് അവിടെ ഇവിടെ ഇങ്ങനെ തട്ടി പോയേ ഉള്ളൂ. അപ്പൊ മക്കളുടെ പേര്, അവരെന്തൊക്കെയാ ചെയ്യണേ, എത്ര വയസ്സായി, അതൊക്കെ ഒന്ന് പറയോ? മോളുടെ പേര് നാന ജംവാൽ. നീലക്കണ്ണുള്ള ആ കുട്ടി. ആ, പിന്നെ ഒരു മോനാണുള്ളത്. മോനിപ്പം 3 വയസ്സാവാൻ പോകുന്നു മെയ്യില്. 3 വയസ്സാവാൻ പോണ ഈ പ്രായത്തില് ഭയങ്കര കുറുമ്പൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ ഭയങ്കര ചക്കരയായിട്ട് ഇന്നസെന്റ് ആയിട്ട് അമ്മ പറയണ പോലെയൊക്കെ കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഓടി നടക്കണ്ട കക്ഷി. അപ്പൊ ഇന്ന് കൂടെ വന്നിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് വാവയെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിച്ചാലോ? വരുവാണെങ്കിൽ തീർച്ചയായിട്ടും. എന്താ പേരെന്തായിരുന്നു? നമൻ സിംഗ് ജംവാൽ. അരേ നമൻ സിംഗ് വേണ്ട. अरे नमन सिंह जम्वाल आइए। अरे भाई आओ ना. आजा आजा. മമ്മ ഫസ്റ്റ്. ആഹാ, അമ്മ ചമ്മി പോയിക്കൊണ്ടിരിക്കണ്ടോ, എങ്ങനെയെങ്കിലും ഒന്ന് വരത്തണേ. अरे बेटा आओ ना. നല്ല കൈയടി കൊടുക്ക്. ഇതാണ് നമ്മുടെ മന്നുക്കുട്ടൻ. ഇവന് 3 വയസ്സാവണേ ഉള്ളൂ. ഷിയാസിന This is our നമൻ സിംഗ്. മന്നു പണി തുടങ്ങി. മഞ്ഞ് പണി തുടങ്ങി, അവനും തുടങ്ങി പണി. അവന്റെ തരക്കാരെ കിട്ടിയപ്പോ അവന് സന്തോഷം. കളിക്കാനുള്ള മൂടില്ല. തരക്കാരെ കണ്ടപ്പോഴേ കുട്ടി. ഓക്കെ, तुम्हारा नाम क्या है? बोलो आपका नाम क्या है? अये शे अये എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഷിയാസിന്റെ കൂടെ കുറച്ചും കൂടെ കമ്പനിയാണ്. അയ്യോ, അയ്യോ, ഷിയാസ് ചോദിച്ചു നോക്ക്. ഒരു 4 ലാംഗ്വേജിൽ ചോദിച്ച പേര്. आपका नाम बोलो. അവൻ പോലത്തില്ല. आपके नाम बोलो. And what is this color? ഓറഞ്ച്. क्या नाम है आपको? അങ്ങോട്ട് പോണെന്ന്. ഗസ്റ്റിന്റെ സീറ്റിലാ ഇപ്പോഴേ. മന്നു ഭയങ്കര നോട്ടിയാ. പക്ഷെ മന്നു ഭയങ്കര ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. പഞ്ചാബി അറിയോ? പഞ്ചാബി അറിയില്ല, ഹിന്ദിയാണ് അവർ സംസാരിക്കുക വീട്ടില്. ഓക്കെ ഫൈൻ. പിന്നെ എങ്ങനെ ഈ തമിഴും എല്ലാ ലാംഗ്വേജും? അത് നോക്കുന്ന കുട്ടി തമിഴായതുകൊണ്ട് ഓക്കെ. ഞാൻ ബ്രഷ് സെഞ്ച് അങ്ങനെ പറയാ. ഇന്ന് ബ്രഷ് സെഞ്ച. അത് ചെയ്യില്ലെന്ന് പറയാനും പറ്റില്ല, നാണക്കേടാവും. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കാണിച്ചത്. അപ്പൊ ഒരു സോങ് നമ്മൾ ഇടാൻ പോവാണ്. നമ്മൾ എല്ലാരും മനുവിന്റെ കൂടെ ഡാൻസും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് നേരം സ്പെൻഡ്. എല്ലാരും കളിക്കണോ? ഷിയാസ് അവിടെ ഇരിക്കും, നമ്മളെ കാല് ഓടിക്കാൻ പറ്റില്ല. ഇതില് ചെറിയ കുട്ടികളെന്ന് തോന്നുന്നവര് മാത്രം ശരി. ഓക്കെ. അയ്യോ അവസാനം അവൻ അങ്ങനെ ചെയ്യും. അവൻ ഗെയിം കളിപ്പിച്ചാലും ഞങ്ങളെ കരയിക്കും. പിള്ളേരെ കണക്കേണ്ട അങ്ങനെയല്ല. അയ്യോ, ആന കളിക്കാം. ആനയുടെ ഒരു വാല് തരാവോ? ആന ഇങ്ങനെയാണോ കരയുന്നത്? ഹായ്. മാമ ഇതൊക്കെ ചെയ്തെന്തെന്നറിയാ? പപ്പരടുത്ത് പറഞ്ഞ് പഞ്ചാബിലൊരു ജോലി ഒപ്പിച്ചേരണം കേട്ടോ. ഗോതമ്പ് കൃഷിയായിരുന്നാലും മതി, കാരണം ഇവിടെ ഗെയിം ചെയ്ത് ചാവണ്. അപ്പൊ this is all about മന്നു. തങ്കു ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയ പോലെ ഉണ്ടല്ലോ തങ്കു. കല്യാണം കഴിച്ചില്ലെങ്കിലും പക്ഷെ എന്തോ എക്സ്പീരിയൻസ് ഉണ്ട് കല്യാണം കഴിച്ചില്ലെങ്കിലും. അപ്പൊ ഇതില് മന്നുക്കുട്ടൻ അങ്ങോട്ട് പോയിക്കോട്ടെ. ഒരു ബോൾ അടിച്ചിട്ട് പോയാൽ മതി. ഒരു ബോൾ അങ്ങ് അടിച്ചങ്ങ് മാറാക്കും. ഓക്കെ,
പേരാണ് നമ്മൾ ഞാൻ മാറാൻ കൊച്ചിന് വേറെ എന്താണ്ടൊക്കെ പറഞ്ഞ് പേടിപ്പിക്കല എന്റെ തങ്കച്ച. ഓക്കെ ഫൈൻ. അത് എന്താ അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിത്യ ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്, ലൈക്ക് ആറ് ഫാമിലി മെമ്പർ. അപ്പം ഇന്ന് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയാനുള്ളത് ഒരുപാട് താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് ജോയിനിങ് വിത്ത് അസ്. സോ എന്താണ് ഇനി എന്താ പറയുക, ഒരു റീ എൻട്രി ബിഗ് സ്ക്രീനിലേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സർപ്രൈസിങ് എലമെന്റ് ഉണ്ടോ? വരണം എന്ന് ആഗ്രഹമുണ്ട്. നല്ല കഥാപാത്രങ്ങൾ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിക്കണം. We are waiting for that. And ഇനിയും നമ്മൾ സ്റ്റാർ മാജിക് ഫാമിലി വിളിക്കും. അപ്പൊ ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞേക്കരുത്. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ജേർണി? ഇഷ്ടപ്പെട്ടോ? സിൻസിയർ ആയിട്ട് നമ്മുടെ ഈ ഒരു ടീമിനെ പറ്റി എന്താ പറയാനല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ പൊട്ടയാണെങ്കിൽ പൊട്ടാന്ന് പറഞ്ഞോളൂ. ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. Okay. അപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ തന്നെ വളരെ കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ആ കുറച്ച് നിമിഷങ്ങളിൽ ഉള്ള കുറച്ച് നിമിഷമാണ്. അതെ. Oh my God. അപ്പോ ഒരാളെ ലൈഫിൽ കരയിപ്പിക്കാൻ എളുപ്പമായിരിക്കും, ചിരിപ്പിക്കാന്ന് പറയുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക് എന്നാ പറയണേ. അപ്പൊ അധികം ചിരിക്കാത്ത വ്യക്തിയെ കുറെ ചിരിപ്പിച്ചെന്നാണ് ചേച്ചി പറയുന്നത്. ഇനി ചിരിക്കണമെന്ന് തോന്നുമ്പോ ഇനി വരണം. തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കണം. ഉറപ്പായിട്ടും. അപ്പോ തീർച്ചയായിട്ടും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. തങ്കു, നേരത്തെ നമ്മുടെ മന്നുനെ ഹാൻഡിൽ ചെയ്താൽ തങ്കുവാ. ഈ ഒരു സമയത്ത് ഒരു പാട്ട് പാടി കൊടുക്കാൻ തോന്നുന്നുണ്ടോ? മന്നുനെ ഹാൻഡിൽ ചെയ്ത പോലെ എന്നെ ഹാൻഡിൽ ചെയ്യാനാണോ? പാട്ട് പാടിക്കൊടുക്കാൻ ഉണ്ടെന്ന് ആ മനസ്സിൽ എനിക്ക് വായിക്കാൻ പറ്റും. വരൂ. ആ പാട്ടിന്റെ അവസാനം ഒരു ഡാൻസും വരും. பூவே செம்பூவே உன் வாசல் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய்ப்பேசிடும் புல்லாங்குழல் நீதானொரு பூவின் மடல் பூவே செம்பூவே உன் வாசல் வரும் வாசல் என் வாசல் பூங்காவனம் வாய்ப்பேசிடும் புல்லாங்குழல் நீதானொரு பூவின் மடல். അപ്പോ ഇത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ടോക്കൺ ഓഫ് ലവ് ആണ്. ജോയിനിങ് അസ്. ഇനി കിഷോറേട്ടാ ഒരു 2 വരി. ചേട്ടാ ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയതാരാണ്? അറിയില്ല, ഞാനോ നീയോ? അയ്യോ എനിക്കിപ്പോൾ അറിയാൻ പാടില്ല ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ്?
അറിയില്ല ഞാനോ നീയോ. ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ്, അറിയില്ല ഞാനോ നീയോ. ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ്, അറിയില്ല ഞാനോ നീയോ. മറക്കാൻ കഴിയില്ല എന്നാദ്യം അറിഞ്ഞതും, അറിയില്ല നീയോ ഞാനോ. ആദ്യാനുരാഗാനമേ മോഹമേ പിരിയില്ല ഞാൻ. ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ്, അറിയില്ല ഞാനോ നീയോ. നഷ്ടപ്രണയം ഉള്ളിൽ എവിടെയോ കിടക്കുന്നില്ലേ? ഇഷ്ടം പോലെ ഒരു നഷ്ടപ്രണയം. ഒന്നാ അതിന്റെ രണ്ടുപേരും കൂടെ പാടാം. കാണുവാനേറെ ഭംഗിയാണെന്നാദ്യം കാതോരമോദിയതാറ്, ഒരു വാക്കും പറയാതെ ഒരു 100 കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതെന്ന്. ഓർമ്മയില്ലെങ്കിലും അറിയുന്നു ഞാനിന്നും, ഓർമ്മയില്ലെങ്കിലും അറിയുന്നു ഞാൻ എൻ്റെ പൂമലെ നീ എൻ്റെ ജീവനെന്ന്. ആദ്യാനുരാഗാനമേ സ്വന്തമേ പിരിയില്ല ഞാൻ. ഇത് ഞാൻ നിത്യയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഞാൻ ഇഷ്ടമുള്ള ഒരു നായിക ഇവിടെ വന്നൊരു സെലിബ്രിറ്റി ആയിട്ട് വന്നപ്പം നമുക്ക് കൊടുക്കാനുള്ള ഒരു സമ്മാനം. അതെ, ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പി. ശരി, താങ്ക് യു. അയ്യോ തെരിയാ തുമേ അതായിരിക്കും. ഞാൻ പാടേണ്ട കാര്യം എല്ലാവരും കൂടെ പാടിയിട്ടുണ്ട്. ആ പാട്ട് തന്നെ മതി, ആ പാട്ട് തന്നെ മതി. അല്ല, ഹസ്ബൻഡ് ഹിന്ദിക്കാരനായിരുന്നു. നിനക്ക് അറിയാവുന്നുള്ളത് ഹിന്ദി, എനിക്ക് ആ പാട്ട് മാത്രമേ അറിയാവുന്നുള്ളത് കൊണ്ടും ഞാൻ ആ പാട്ട് പാടുകയാണ്. ഓക്കെ, 3. ഇവിടെ ആർക്കും ആ ഹിന്ദി പാടുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടും ഞാൻ ഒരു പാട്ട് പാടാം. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല, കാരണം എന്നേക്കാളും ഭയങ്കര ഗായകന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. എന്റെ പാട്ടിൽ എന്തെങ്കിലും സംഗതികൾ കുറവുണ്ടെങ്കിൽ ഈ സ്വന്തം അനിയനെ, അല്ലെ ഈ സഹോദരൻ അല്ലെങ്കിൽ കൂട്ടുകാരനെ പറഞ്ഞ് സംഗതി ഇട്ട് സഹായിക്കണം. വെളിയിൽ വെച്ച്, ഇവിടെ വേണ്ട. ഹിന്ദി പാടുന്ന പറഞ്ഞവനെ കളിയാക്കല്ലാരും കൂടെ. എനിക്കറിയില്ല. അങ്ങനെയല്ല, എല്ലാരും എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. പക്ഷേ ഒരു വാക്ക് ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം തരണം. ഈ പാട്ട് കേട്ടാലും ഇനി വരാന്ന് പറഞ്ഞ വാക്ക് ഇല്ല, ഇല്ല. ഷിയാസ് പാട്ട് പാടും. അല്ലല്ല, ഷിയാസ് ആ മൈക്കതാ ഇതിൽ പാടാം. കാരണം ഞങ്ങൾ പാടിയതിന്റെ ബാക്കി കിടപ്പുണ്ട്. നീ ആ റൂമിൽ ചെന്ന് ഒരു മൂലയിൽ നിന്ന് പാട്. ഷിയാസാണെങ്കിലേ ഡാൻസ് വേണമെങ്കിൽ ഡാൻസ് ഉണ്ട്, പാട്ട് വേണമെങ്കിൽ പാട്ടുണ്ട്, മോർണിംഗ് വേണമെങ്കിൽ അത് പുള്ളി വേണമെങ്കിൽ പറയാണ്, ഞാൻ വേണമെങ്കിൽ 10 പുഷപ്പ് എടുത്ത് കാണിക്കാം. അതൊക്കെ വേണമെങ്കിൽ എനിക്ക് അറിയാം.
മനസ്സിലായി, അതൊക്കെ കണ്ട് ബോറടിച്ചു. ഞാനൊരു സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു സ്കൂളിൽ ഞാൻ മാപ്പിളപ്പാട്ടൊക്കെ പാട്ടായിരുന്നു. അത് എനിക്കറിയില്ല അത് ഇവിടെ എങ്ങനെ വർക്കൗട്ട് ആവും. അല്ലെങ്കിൽ ഈ പാട്ട് പഠിക്കോ. അല്ല അത് പാടാം മാപ്പിളെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമായിരിക്കും. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വാപ്പ പാടി എഴുതിയ ഒരു സോങ്, കണ്ണൂർ സലീം മരിച്ചുപോയ. അപ്പൊ ആ പാട്ട് അത് എനിക്ക് കുറച്ച് മറന്നുപോയി, ഞാൻ കുഴപ്പമില്ല, മോൻ അറിയാവുന്ന പാടും. പാടി എഴുതിയ സോങ് അല്ല, എഴുതി പാടിയ. അങ്ങനെയും കോഴിക്കോടുകാരിയാണ്. അപ്പൊ ഇത് വർക്കൗട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ. മുത്തേ സത്തേ എന്ന് വിളിക്കണ് കാനൊത്തൊരാവ് എന്നാണ്, മാരന്റെ കരളില് മധു പുരട്ടണ് നിക്കാഹ് എന്നാണ്, ചിരിച്ച് കളിച്ച് മണിയറയിൽ വന്ന് എത്തണ നേരത്ത് മുത്തം കവിളത്ത് വേണ്ടെന്ന് ചൊല്ലണ കണ്ണ് പൊത്തണതാണ്, കണ്ണ് പൊത്തണതാണ്. മുത്തേ സത്തേ എന്ന് വിളിക്കണ് നിന്റെ കൂട്ടുകാരനെ കൊണ്ട് ഇത് എന്റെ ഷിയാസ്, നിനക്ക് വല്ല കാര്യമുള്ള കാര്യമാണ് ഇതൊക്കെ. അല്ല ഞങ്ങൾ മാപ്പിളപ്പാട്ടിന് കൈയടിക്കാണ്, അങ്ങനെയല്ലായിരുന്നു അതല്ലേ ചെയ്തത്. നിന്റെ കൂട്ടുകാരൻ ഇനി നീ പറയണം, മേലെ ആവർത്തിക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവരൊക്കെ പാടിയതിനേക്കാളും എനിക്കിഷ്ടായത് ആളുടെ ആ ആത്മാർത്ഥതയാണ്. പാടാൻ ഇവർക്കൊക്കെ അറിയാമെങ്കിലും ആൾക്ക് അറിയില്ല എന്നല്ല, പക്ഷെ എന്നാലും ആൾ എനിക്ക് വേണ്ടി പാടി തന്നില്ലേ. അപ്പം ഞാന് പാട്ടുകാരനല്ല, അല്ലാതെ എനിക്ക് സ്കൂളിൽ പഠിച്ചപ്പോ ഒരു ആവേശം മൂത്ത് നമുക്ക് കായികവും കലയൊക്കെ ഭയങ്കര ആവേശമാണ്. ഞാൻ പേര് കൊടുക്കും മാപ്പിളപ്പാട്ടിന്. മേലാൽ ആ ആവേശം പിന്നെ സംസാരിക്കാം. അവന് ഇച്ചിരി വെള്ളം കൊടു. ഒരു വരി കൂടെ നീണ്ടിരുന്നെങ്കിൽ 2 താരങ്ങൾ നഷ്ടപ്പെടുമായിരുന്നു. അല്ല നിങ്ങൾ വിചാരിച്ച് ഞങ്ങൾ പാട്ടിന് കൈ അടിക്കായിരുന്നു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അവിടെ ഇരുന്നൊരു സൂപ്പർ പാട്ടെന്ന് പറഞ്ഞപ്പോ എന്താടാന്ന്, അപ്പൊ ഞാൻ അങ്ങനെ കയ്യാങ്കളി ആയതാ സാധനം. ഷിയാസിന്റെ ഒരു പാട്ടിനെ പറ്റി നിങ്ങൾ കമന്റ് ചെയ്യുക. ഇവർക്ക് എന്തായാലും റെസ്റ്റ് വേണം, അത് മാത്രമല്ല ഇന്നത്തേക്ക് പോവാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഷിയാസ്, റെസ്റ്റ് എടുത്തു. താങ്ക് യു സോ മച്ച്. അല്ല സീരിയസ്ലി ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം, താങ്ക് യു. ഈ പാട്ടേ വാട്സാപ്പിൽ നിന്ന് പാടി റെക്കോർഡ് ചെയ്ത് അയച്ചു തരാൻ പറയട്ടെ. ഇത് നന്നായിട്ട് പാടിയിരുന്നേ മറന്നു. അപ്പൊ ഏതായാലും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ വന്നതില്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരു AC വാങ്ങാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ മൈജി ഒരുക്കുന്ന സൂപ്പർ കൂൾ AC ഓഫറിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട AC ഉണ്ടല്ലോ കൂളായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. അതായത് ഏറ്റവും മികച്ച ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ആയിട്ടുള്ള കൺവേർട്ടബിൾ ആയിട്ടുള്ള ഇൻവെർട്ടർ AC-കളുടെ ഒരു വൈവിധ്യമായിട്ടുള്ള കളക്ഷൻസ് ആണ് മൈജി ഒരുക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല വമ്പിച്ച ഡിസ്കൗണ്ടും ഫിനാൻസ് സൗകര്യവും ശരിക്കും മൈജിയുടെ മാത്രം പ്രത്യേകതയാണെന്ന് വേണം പറയാൻ. അത് മാത്രമല്ല നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള AC നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോണ്ടല്ലോ സ്റ്റെബിലൈസർ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് നേടാം. അപ്പോൾ മൈജിയുടെ കേരളത്തിലെ എല്ലാ ഷോറൂമുകളിലും ഈ ഒരു സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇപ്പൊ തന്നെ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഒന്നും പ്ലാൻ ചെയ്ത പോലെയല്ല, അൺപ്ലാൻഡ് ആയിട്ടുള്ള കുറെ കൊള്ളലുകളും കൊടുക്കലുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം ബർത്ത്ഡേ പെയിന്റ്സ് ബൈ ദ കോഡ് ലോങ് ലൈഫ് സ്റ്റാർ മാജിക് പവർഡ് ബൈ ഈസ്റ്റേൺ, ChavraMatrimony.com, Scott Floor Cleaner, Sheen Lac Water Based Wood Polish, KSFE, our online education partner Xylem MBBS Mobile Entrance App, our special partner Chris Bello. Tata, bye bye, good night.